ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു 3 ലെയർ മാസ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് നല്ല രീതിക്ക് പ്രൊട്ടക്ഷൻ തരുന്നൊരു മാസ്കാണ്. ഈ മാസ്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ആവശ്യമായ മെറ്റീരിയൽസ്: ഒരു കോട്ടൺ ക്ലോത്ത്, പിന്നെ നോൺ വൂവൻ മെറ്റീരിയലാണ്. കടയിൽ സാധനമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ക്ലോത്ത് ബാഗില്ലേ, അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഈ നോൺ വൂവൻ മെറ്റീരിയലിൻ്റെ ഈ പീസ്. പിന്നെ നമുക്ക് ആവശ്യമായത് ഇലാസ്റ്റിക്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന ഈ കോട്ടൺ ക്ലോത്തിന് 15 ഇഞ്ച് നീളവും വീതി 8 ഇഞ്ചുമാണ്. ഇനി ഈ ക്ലോത്ത് നമുക്ക് നല്ല വശം അകത്ത് വരുന്ന രീതിക്ക് വെച്ചു കൊടുക്കാം. ഇതുപോലെ മടക്കി വെക്കാം. അതിനുശേഷം നോൺ വൂവൻ ക്ലോത്ത് പീസ് അതിന് മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. ഇനി ഈ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ വെച്ച് നമുക്ക് ഈ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അകത്തെ പോർഷനിൽ നോൺ വൂവൻ മെറ്റീരിയലിൻ്റെ ഈ ലെയർ വരുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. എക്സസ് ആയിട്ട് വരുന്ന ക്ലോത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൈഡിൽ അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. പെട്ടെന്ന് മടക്കിയെടുക്കാനുള്ള എളുപ്പത്തിന്, തിരിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ചിൽ കട്ട് വരാത്ത രീതിക്ക് വേണം ചെയ്യാനായിട്ട്. ഇനി ഇതുപോലെ ഇത് നമുക്ക് മറിച്ചിടാം. ഇനി ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ ഭാഗം ഈ സൈഡ് നമുക്ക് മടക്കി വെച്ച് തയ്ച്ചു കൊടുക്കണം. ഒന്നോ രണ്ടോ ഫോൾഡായിട്ട് നമുക്ക് മടക്കി വെച്ച് തയ്ച്ചെടുക്കാം. നമ്മൾ സാധാരണ തുണിയുടെ അറ്റമൊക്കെ തയ്ക്കുന്ന പോലെ തന്നെ മടക്കി തയ്ച്ചെടുക്കാം. ഇനി ഈ ക്ലോത്ത് നമുക്ക് മാസ്ക് പോലെ മടക്കി തയ്ക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത ഭാഗം ഇനി ഇതുപോലെ പിടിച്ചു വെച്ച് നമുക്ക് തയ്ക്കാം. ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ മാസ്കിന് തയ്ച്ചെടുത്ത ശേഷം ഇലാസ്റ്റിക് കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാസ്ക് റെഡിയാവും. ഇതുപോലെ പിടിച്ചു വെച്ച് നമുക്ക് 2 സൈഡും തയ്ച്ചെടുക്കാം. അതുപോലെ അടുത്ത സൈഡൂടെ തയ്ക്കാം. അടുത്തതായിട്ട് ഇതിൽ നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് പിൻ ചെയ്ത് വെച്ചിരുന്ന ഇതൊക്കെ നമുക്ക് ഇളക്കി മാറ്റാം.
ഇലാസ്റ്റിക് നമ്മൾ 6 ഇഞ്ച് നീളത്തിലാണ് എടുക്കേണ്ടത്. ഇലാസ്റ്റിക് കട്ട് ചെയ്ത ശേഷം ഇലാസ്റ്റിക്കിൻ്റെ എൻഡ് നമുക്ക് മാസ്കിൻ്റെ 2 അറ്റത്തായിട്ട് വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഇലാസ്റ്റിക് കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാസ്ക് റെഡി ആയി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ.